ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സഞ്ചാരി അമ്മി യൂട്യൂബ് ചാനൽ. അപ്പം ഞാനിന്ന് ഇവിടെ എത്തിയിട്ട് 5-ാമത്തെ ദിവസമാണ് കേട്ടോ. ഇന്ന് നമ്മൾ പോണത് ഒരു ഭയങ്കരമായ ഹൈക്കിങ്ങിനാണ്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടാത്ത ഒരു സ്ഥലത്താണ് ഇന്ന് പോണത്. അതാണ് ടൈഗേഴ്സ് നെസ്റ്റ് അഥവാ പാറോ ടക്സങ്. അപ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് കേട്ടോ. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഏകദേശം ഒരു 20-25 മിനിറ്റ് ഉണ്ടായിരുന്നു ഇങ്ങോട്ടേക്ക്. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ സീനറിയാണ്, കണ്ടില്ലേ? ഫുൾ എങ്ങോട്ട് ചുറ്റും നോക്കിയാലും മലകളും, പിന്നെ അതുപോലെ ഇവിടുത്തെ കൺസ്ട്രക്ഷൻ ആണെങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആർക്കിടെക്ചറാണ് കേട്ടോ. ഇവിടുത്തെ ഓരോ ബിൽഡിങ്ങും കാണാൻ നോക്കി നിന്നു പോകുന്ന ബിൽഡിംഗ് കൺസ്ട്രക്ഷനാണ് ഇവിടെ ഉള്ളത്. ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട് കേട്ടോ. വലിയ ചൂടൊന്നുമില്ല, നല്ലൊരു ക്ലൈമറ്റായിരുന്നു, തണുപ്പൊക്കെ. ആക്ച്വലി ഈ ക്ലൈമറ്റാണ് നല്ലത്, കാരണം നമുക്ക് കുറേ കുന്ന് കയറി മലയുടെ മുകളിലെത്തണ്ടേ. ഇപ്പോൾ ഞാനുള്ളത് ടൈഗർ നെസ്റ്റിൻ്റെ ബേസ് ക്യാമ്പിലാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ, കണ്ടില്ലേ? താഴെയൊക്കെ വണ്ടി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആൾക്കാരങ്ങനെ നടന്നു പോകുന്നുണ്ട്, കണ്ടില്ലേ? അവിടെ നിന്നാണ് ആൾക്കാർ നടന്നു പോണ. അപ്പോൾ ഞാനും നടക്കാൻ പോവാണ്. ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ക്ലൈമറ്റ്, കയറാൻ പറ്റിയ ടൈമാണ്. വലിയ ചൂടൊന്നുമില്ല. അപ്പോൾ നല്ല ആസ്വദിച്ച് കയറാം. ഓക്കെ, അവിടെ സ്റ്റിക്കൊക്കെ ഉണ്ട് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് റെൻറ്റിന് കിട്ടും. ഇത് കയറാൻ വേണ്ടിയിട്ടാണ്, വേണമെങ്കിൽ മേടിക്കും. ഞാനാണെങ്കിൽ ഭയങ്കര ആവേശത്തിലാണ് കേട്ടോ, കാരണം ഇത് ഫോട്ടോയിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളൂ. നമ്മൾ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊന്ന് വേറെയാണ്. നമുക്ക് വേണമെങ്കിൽ കഴുതപ്പുറത്തും പോവാം കേട്ടോ. അപ്പോൾ മുകളിൽ പോണ വരെ 2000 രൂപയാണ്. അപ്പോൾ നമുക്ക് സുവന്നിലൊക്കെ ആയിട്ട് പോവാം. ഇവിടെ ബേർഡ് വാച്ചിങ്ങിനും കൂടി പറ്റിയ സ്ഥലമാണെന്ന് തോന്നുന്നു. ഒരുപാട് മൈഗ്രേറ്ററി ബേർഡ്സൊക്കെ വരുന്ന സ്ഥലമാണ് കേട്ടോ. നമുക്ക് നോക്കാം ഇത് പോണ വഴിക്ക് വല്ലതുമൊക്കെ കാണുമെന്നുള്ളത്. എൻ്റെ ഗൈഡാണെങ്കിൽ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാനാണെങ്കിൽ മെല്ലെ മെല്ലെ നടക്കുന്നതും. ഈ ടൈഗേഴ്സ് നെസ്റ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന 3000 അടി മുകളിലാണ്. പാരോ ചൂ എന്ന് പറഞ്ഞാൽ റിവർ. അപ്പോൾ പാരോ റിവറിൻ്റെ മുകളിൽ 3000 അടി മുകളിലാണ് ഇതുള്ളത് കേട്ടോ. അത്രയും ഉയരത്തിൽ നമ്മൾ നടക്കാൻ പോവാണ്. ഇപ്പം തന്നെ ചെറിയ കിതപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഏതൊക്കെയോ കിളികളുടെ സൗണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കേൾക്കുന്നുണ്ട്. ഇത് ഓഡിബിൾ ആണോ എന്ന് എനിക്കറിയില്ല. നമുക്ക് അങ്ങ് വരെ കയറണം. പൊട്ട് പോലെ കണ്ടില്ലേ, അങ്ങ് എത്തണം നടന്ന്. അപ്പോൾ ഇന്നത്തെ ഒരു ടാസ്ക് തന്നെയായിരിക്കും. നല്ല രസമുണ്ടല്ലേ ഇത് ഉണ്ടാക്കി വെച്ചേ കാണാൻ. അപ്പോൾ അതാ കുറച്ച് പേര് കോഴ്സിൻ്റെ പുറത്ത് പോകണം. എന്ത് പറഞ്ഞാലും നമ്മൾ നടന്ന് കയറുന്നതിൻ്റെ ആ ത്രില്ല് ഇതിൽ കയറിയാൽ കിട്ടില്ല. നടന്ന് എക്സ്പ്ലോർ ചെയ്യണം, അത് ഹൈക്കിങ്. അപ്പോഴേ രസമുള്ളൂ, അതും ഈ ക്ലൈമറ്റിൽ. നല്ല തെളിനീര് വെള്ളം, നല്ല തണുപ്പുണ്ട് കേട്ടോ വെള്ളത്തിന്.
ബ്രൗൺ ഓക്ക്. ഓ, രണ്ടായിരത്തി 2018 ഇതിന് 94 വയസ്സായ ഒരു മുത്തശ്ശൻ ബ്രൗൺ ഓക്കാണ്. അവിടെ നിന്നാണ് നമ്മുടെ ട്രിപ്പ് തുടങ്ങിയത്. ഇപ്പോൾ ഒരു കാൽ ഭാഗം ആയിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ബാക്കിയും കൂടി നടക്കാനുണ്ട്. മോഡറേറ്റ് ഹൈക്കിംഗ്. ठंड പോണ വഴിക്കൊക്കെ ഇതുപോലത്തെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ റെസ്റ്റൊക്കെ എടുത്തിട്ട് മെല്ലെ മെല്ലെ പോവാം. ആക്ച്വലി കുറച്ച് മോഡറേറ്റ് ഡിഫിക്കൽട്ടാണ് കേട്ടോ. കുറച്ച് സ്റ്റാമിനയൊക്കെ വേണം. പക്ഷേ ഒരു ദിവസം ഫുള്ളായിട്ട് ഇതിന് ഡെഡിക്കേറ്റ് ചെയ്യണം ഇവിടെ വരാൻ വേണ്ടിയിട്ട്. ഹാഫ് ഡേ ഒന്നും എടുത്താൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 1 ഫുൾ ഡേ ഇവിടേക്ക് മാത്രമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുക. എന്നാലേ മെല്ലെ ഇരുന്ന് നമുക്ക് ഈ നേച്ചറൊക്കെ എൻജോയ് ചെയ്തിട്ട് പോവാം. അതാണ് നമ്മുടെ ടൈഗേഴ്സ് നെസ്റ്റ്. അതുവരെ കയറണം നമുക്ക്. ചെറിയ മഴയൊക്കെ ഉണ്ട്, ചാറ്റൽ മഴ. നല്ല ബ്യൂട്ടിഫുൾ വെതർ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇപ്പുറത്തെ കുന്നിലാണ്. ഇനി നടന്ന് അപ്പുറത്തെ കുന്നിലെത്തണം. 2018 103 വയസ്സായ ഒരു ഓക്കാണ് ഇത്. എങ്ങനെയാണോ ഈ വൃക്ഷങ്ങളുടെയൊക്കെ വയസ്സ് നിർണ്ണയിക്കുന്നത്? ഇത് നമ്മുടെ പോണികളെ കെട്ടിയിരുന്ന സ്ഥലമാണ് കേട്ടോ. പോണ വഴിക്കൊക്കെ ഇതേപോലത്തെ ചെറിയ ചെറിയ ക്രിയേറ്റിവിറ്റി കാണാം കേട്ടോ. ഇത് അടുത്ത ആൾ 105 വയസ്സ്. 2018 105 വയസ്സായ ഒരു ഓക്ക് ട്രീ ആണിത്. അത് ആൾക്കാരെയും കൊണ്ട് മുകളിൽ പോയവരൊക്കെ താഴേക്ക് ഇറങ്ങണം. പാവങ്ങൾ ക്ഷീണിച്ച് കിതച്ച്. എത്ര പേരെ ഇങ്ങനെ കയറ്റി ഇറക്കിയും പോകുന്നുണ്ടാവും പാവങ്ങളല്ലേ. ഷോ ആക്ച്വലി ഇത് കൂടെ നടക്കുമ്പോൾ വേറൊരു ഫീലാട്ടോ. നമ്മൾ വേറെ എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല. ഇത് ശരിക്കും വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ്. സൗണ്ടില്ല, ഒന്നുമില്ല. നല്ലൊരു ഫീലിംഗ്. ഇത് കണ്ടില്ലേ, നമ്മുടെ നാട്ടിൽ രക്ഷ കെട്ടില്ലേ കയ്യിൽ, ഇവിടെ സൂക്കിന്നാട്ടോ പറയാം. ഇവിടെ പ്രാർത്ഥിച്ചിട്ട് ഇതാ ഈ മരത്തിലിങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. പോണ വഴിക്കൊക്കെ ഉണ്ട് കേട്ടോ ഇതേപോലെ പ്രാർത്ഥനകൾ എഴുതി കെട്ടി തൂക്കിയിട്ട്. നമ്മളെക്കാളും മുന്നേ പോയവരൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഡെസ്റ്റിനേഷൻ ഏതാണ്ട് അടുത്തെത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ അതാ ഇപ്പുറത്തെ മലയിലാണ് കേട്ടോ. ഇനി അങ്ങ് എത്തണം. അതിൽ പോണ വഴിക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇരുന്നിട്ടൊക്കെയാണ് പോണത്. നമ്മുടെ ഗൈഡാണെങ്കിൽ വെയിറ്റ് ചെയ്ത് മടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ. അത്രയും നേരം റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് വരുന്നത്. കണ്ടില്ലേ, നല്ല ബ്യൂട്ടിഫുൾ ഇവിടുന്ന് കാണാൻ. ആണെങ്കിൽ മഴ ചാറുന്നുണ്ട്, അതുകൊണ്ട് ക്ലൈമറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചില സമയത്ത് മൂടിപ്പോവും, ചില സമയത്ത് ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. ഇനി മുകളിലെത്തുമ്പോൾ അറിയാം എന്താന്ന്. നമ്മൾ ഹാഫ് വേ എത്തിയിട്ടുണ്ട്. അവിടെ കാണുന്നത് ഈ ഗ്രീൻ കളറിലുള്ളതാണ് കാഫറ്റീരിയ. ഇനി അതും കഴിഞ്ഞിട്ട് പോകണം നമ്മുടെ ടൈഗേഴ്സ് നെസ്റ്റ് കാണുന്നത്. അവിടെ വരെ നമുക്ക് കയറാനുണ്ട്. ഓക്കെ, ഇവിടെ കേട്ടോ, ഇവിടെ ഒരു വലിയ പ്രെയർ വീലുണ്ട്. ഇവിടെ ആൾക്കാർ പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ.
ഇനി ഇവിടുന്ന് കുറച്ചും കൂടി നടക്കാനുണ്ട്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്കും മഴേൻ്റെ ശക്തി കുറച്ചും കൂടി കൂടി. അവിടെ ഇരുന്നിരുന്ന ആൾക്കാരൊക്കെ എണീറ്റ് പോവാണ്. ഇവിടെ ഒരു റെസ്റ്റ് റൂം ഉണ്ട്. അപ്പം നമുക്ക് പോയി തിരിച്ചു വരുമ്പോൾ കയറാം. ഇനി നമ്മൾ നേരെ ടൈഗേഴ്സ് നെസ്റ്റിൽ കയറാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ ഇവിടം വരെ എത്താൻ ഓൾമോസ്റ്റ് 1 hour 30 minutes എടുത്തു. സ്റ്റിൽ ഇനിയും കയറാനുണ്ട്. അപ്പോൾ ഇതാ ഈ വഴിയാണ്, അങ്ങനെ എനിക്ക് കയറിപ്പോണം. നമ്മുടെ നാട്ടിൽ ആൽമരത്തിൻ്റെ ചുവട്ടിൽ ചിരാതൊക്കെ കത്തിച്ച് വെക്കണ മാതിരിയാണ് ഇവിടുത്തെ ഈ ചെറിയ സ്തൂപങ്ങൾ. വരുന്ന വഴിക്കൊക്കെ കുറേ കാണാം കേട്ടോ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അവർ. വരുന്ന വഴിക്ക് ഇതേപോലത്തെ കുറേ ഇതുണ്ട് കേട്ടോ. ഇതൊക്കെ ഇവരുടെ പ്രേയേഴ്സാണ് എഴുതി ഇട്ടിട്ടുള്ളത്. ആക്ച്വലി സാൻസ്ക്രിറ്റ് അതിൽ എഴുതിയിട്ടില്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഭൂട്ടനീസ് ലാംഗ്വേജ് അർത്ഥമൊക്കെ വരുന്നത് സാൻസ്ക്രിറ്റിലാണ്. ടൈഗേഴ്സ് നെസ്റ്റ് മൊണാസ്ട്രി ഗുരു പത്മസംഭവ അഥവാ ഗുരു റിംപോച്ചയുടെ കഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അദ്ദേഹമാണ് ഭൂട്ടാനിൽ വജ്രായന ബുദ്ധിസം പ്രചരിപ്പിച്ചത് എന്ന് പറയപ്പെടുന്നു. 8ാം നൂറ്റാണ്ടിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഡിസൈപ്പിൾ ടൈഗ്രസായി മാറി. അതിൻ്റെ പുറത്ത് ആണ് അദ്ദേഹം ഇവിടേക്ക് പറന്നു വന്ന് 3 വർഷവും 3 മാസവും 3 ആഴ്ചയും 3 ദിവസവും 3 മണിക്കൂറും ധ്യാനിച്ചു എന്ന് പറയപ്പെടുന്നു. ധ്യാനത്തെ തുടർന്ന് അദ്ദേഹം 8 അവതാരം എടുത്ത് എന്നും പറയപ്പെടുന്നു. ഗുരു റിംപോച്ചയുടെ അനുസ്മരണയിലാണ് ഈ മൊണാസ്ട്രി ഇവിടെ പണി കഴിപ്പിച്ചത്. ഈ മൊണാസ്ട്രി പാറോ ടക്സങ് എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. Finally, I made it, and here we are at Tiger's Nest. Yeah! നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇപ്പുറത്തെ ക്ലിഫിലാണ്. ഇനി താഴേക്ക് ഇറങ്ങി പിന്നെ മുകളോട്ട് കയറിയിട്ട് വേണം അപ്പുറത്തെത്താൻ വേണ്ടിയിട്ട്. നല്ല ബ്യൂട്ടിഫുൾ വെതർ കേട്ടോ. ഫോഗി മഴയും ഉണ്ട്. നല്ല ചാറ്റൽ മഴയാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ, നൂല് മാതിരി. പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. കാണുന്നതിനേക്കാളും ഇവിടെ നിൽക്കുമ്പോഴുള്ള എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതൊരു സംഭവം തന്നെയാണ്.
ടൈഗർ നെസ്റ്റിൻ്റെ ഉള്ളിലൊക്കെ കയറി. പക്ഷേ അവിടേക്ക് ഒന്നും കയറ്റി വിടില്ല. പിന്നെ ഈവൻ ബാഗ്സും മൊബൈലും എല്ലാം അവിടെ ലോക്കറിൽ വെച്ചിട്ട് വേണം നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാൻ. വർത്ത് വിസിറ്റിംഗ് ആണ്. ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യും കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ മഴയും ഉണ്ട്, ചെറിയ ചാറ്റൽ മാത്രമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇത്തിരി ചെറിയ കുറച്ച് ചാറ്റൽ മഴ കുറച്ച് കൂടിയിട്ടുണ്ട്. വേണ്ടില്ലേ, കണ്ടില്ലേ, ഫുൾ ഫോഗി. ഇടയ്ക്ക് നല്ല ക്ലിയർ ആവും, പിന്നെയും മൂടും. അവിടേക്കൊന്നും കാണാൻ തന്നെ ഇല്ല. Lo bueno es que casi no está saliendo gente ya, entonces es más fácil el centro. ¿Sabes? No hay tanto valor. അതാണ് നമ്മൾ നടന്നു വന്ന വഴി കേട്ടോ. അതാണ് അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഇങ്ങനെ വന്ന് ഫൈനലി ഇതാ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി. അങ്ങനെ ഗുഡ് ബൈ ടു ടൈഗേഴ്സ് നെസ്റ്റ്. വർത്ത് വിസിറ്റിംഗ്. I will surely recommend. See. നല്ല ഫോഗി ക്ലൈമറ്റ് ആയിട്ടോ ഇവിടെ എത്തിയപ്പോഴേക്കും. കണ്ടില്ലേ, മൂടലായിട്ട് താഴേക്കൊന്നും അത്ര ക്ലിയർ ഉണ്ടായിരുന്നില്ല. എങ്കിലും ഇത് സത്യം പറഞ്ഞ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ്, വേറൊരു ലോകത്ത് എത്തിയ മാതിരിയായിരുന്നു. നിങ്ങൾ വരികയാണെങ്കിൽ ഭൂട്ടാനിൽ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസാണിത്. ഒരിക്കലും നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് അയ്യോ വെറുതെ ആയും തോന്നില്ല. നിങ്ങൾക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ വേറെ ഏതോ ഒരു ലോകത്ത് എത്തിയ മാതിരി ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഭൂട്ടാനിൽ വരികയാണെങ്കിൽ ഇവിടെ വിസിറ്റ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ റിട്ടേണായി. ഇതാണ് ആ കഫറ്റീരിയ, ഞാൻ നേരത്തെ പറഞ്ഞ ആ കഫറ്റീരിയയുടെ മോൾ ഭാഗമാണ്. ഇപ്പം നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കഫറ്റീരിയ വഴിയാണ് നമ്മൾ ഇറങ്ങണത്. അവിടെ നിന്നാട്ടോ നമ്മൾ ഇറങ്ങി വന്നേ. അങ്ങനെ ഫൈനലി നമ്മളിതാ അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇതൊരു കഫേയാണ് കേട്ടോ. ഒന്ന് ഇറങ്ങി നമുക്ക് റിഫ്രഷ് ആയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് താഴേക്ക് ഇറങ്ങാം. ഓക്കെ. ചില ആൾക്കാർ ഇതാ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഫോട്ടോ എടുത്തിട്ടും പോകും കേട്ടോ. എനിക്ക് കയറാൻ വയ്യാത്ത ആൾക്കാർ അത്രയും കൂടി. അപ്പോൾ ഇത് ഇവിടുന്ന് നല്ലൊരു സീനറിയാണ് അങ്ങോട്ട് നോക്കുമ്പോൾ. പ്രത്യേകിച്ച് ഈ ക്ലൈമറ്റിലൊക്കെ നല്ല രസമുണ്ട്. കുറച്ചും കൂടി ക്ലിയർ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു കാണാൻ. പക്ഷേ ഓക്കെ, ഇതിലും ഈ കാഴ്ചയിലും നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ രാവിലെ 9:30 തുടങ്ങിയതാണ് മുകളിലേക്ക് കയറാൻ. ഇപ്പോൾ ഇറങ്ങി താഴെ തിരിച്ചെത്തിയപ്പോൾ 4 മണിയായി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. സീ യു സൂൺ.